ഹലോ, അപ്പോ ഇന്നാണ് ആ ദിവസം. ഞാനങ്ങനെ പോവാണ്. മൈ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇതാണ് കേട്ടോ ഞാൻ പോകുന്ന അന്നിട്ട ഡ്രസ്സ്. എന്നെ കൊണ്ടുവിടാൻ വേണ്ടി എന്റെ ചന്തുവിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവരങ്ങനെ ചായ കുടിക്കട്ടെ. പിന്നെ ഞങ്ങള് പെട്ടിയൊക്കെ ഒന്നുകൂടി ഒന്ന് പാക്ക് ചെയ്തു. കാരണം എന്റെ സ്പ്രേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലീക്ക് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഞങ്ങളതൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ഇറങ്ങി എന്റെ ഡാഡിനോടൊക്കെ ടാറ്റ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എന്നോടേണ്ടതാണ്, പക്ഷെ അന്നൊന്നും നടന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ പനി പിടിച്ച് സൈഡായി പോയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പെട്ടി പക്കാളൊക്കെ ഇട്ട് അങ്ങനെ ഇറങ്ങി. ഞാനും ചന്തോടിന്റെ ഫ്രണ്ട്സും മാത്രമല്ല കേട്ടോ, എന്റെ കസിനും അതേപോലെ തന്നെ എന്റെ അനിയനും ഉണ്ടായിരുന്നു കൂടെ. കണ്ടു ഗൈസ്, എന്റെ പെട്ടി ചമക്കാൻ എനിക്ക് വേറെ ആരുടെ സഹായം വേണ്ട. എനിക്ക് എന്റെ ചന്തൂട്ട ഉണ്ട് അവിടെ. എന്റെ അനിയൻ പോലെ എന്റെ കൈ വീശി ഇറക്കുക, പാവം എന്റെ ചന്തൂട്ടിനെ തൂക്കി ഇറക്കാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി. ഞാൻ വലിയ ഗമയിൽ അങ്ങനെ പോവാ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്നതിന്. പക്ഷെ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അൽഹിന്ദിന്റെ ടീംസിനൊക്കെ കണ്ടിട്ട് പറ്റില്ല, റെഡ് കളർ തൊപ്പിയൊക്കെ ഇട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ ഇത്രയും പേര് മാത്രമല്ല കേട്ടോ, കൊച്ചിന്ന് വേറെ ടീമും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്കിങ് ചെയ്തു. ഞാൻ കേറാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്റെ കൂടെ അർജുൻ ഉണ്ട്, എന്റെ ഓഫീസിലുള്ള വേറൊരു കൊളീഗാണ് കേട്ടോ. അപ്പൊ ഞാനും അവനും കൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നത്. ഓഫീസിൽ കിട്ടിയൊരു ചെറിയൊരു പ്രൊമോഷൻ ബേസ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണിത്. ഫൈനലി ഞാൻ എന്താ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് അവിടെ നിന്ന് ഒരു വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ എൻട്രി ചെയ്തു. സത്യം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കയറിയ സമയത്ത് സന്തോഷം കൊണ്ട് അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടുത്ത പാർട്ടിയായിട്ട് ഞാൻ വീണ്ടും വരും. ഞാൻ എങ്ങോട്ടാ പോണെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റാ.